വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വൻ സ്വീകരണമൊരുക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ഒരുങ്ങുകയാണ്. മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും സ്വീകരണ പരിപാടിയിൽ പ്രിയങ്ക പങ്കെടുക്കും. വൈകുന്നേരത്തോടെ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രിയങ്ക ദില്ലിക്ക് തിരിക്കും. സിനോജ് തോമസ് മാനന്തവാടിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. സിനോജ്, ഇപ്പോൾ പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തുമ്പോൾ വലിയ സ്വീകരണമാണ് കോൺഗ്രസ് ഒരുക്കാനിരിക്കുന്നത്. ആദ്യ സ്വീകരണം എവിടെയാണ്? സ്മൃതിയെ പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. വാഹനത്തിന് മുകളിൽ നിന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മാനന്തവാടി നഗരത്തിലൂടെ പ്രിയങ്ക ഗാന്ധി കടന്നു വരുന്നതാണ് കാണുന്നത്. രാവിലെ മുതൽ തന്നെ നൂറുകണക്കിന് പ്രവർത്തകർ ഈ മാനന്തവാടി നഗരത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അവരുടെ എം പിയെ ആദ്യമായി ഒന്ന് കാണാൻ വേണ്ടി, അതായത് എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നത്. പ്രിയങ്ക ഗാന്ധി സ്വീകരിക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകളാണ്, UDF പ്രവർത്തകരാണ് ഈ മാനന്തവാടിയിൽ എത്തിയിരിക്കുന്നത്. ആദ്യ പരിപാടി മാനന്തവാടി നഗരത്തിലാണ്. ഒരു 100 മീറ്റർ റോഷോയുണ്ട്. ആ റോഷോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പടക്കം പൊട്ടിച്ച് ബലൂണുകളും കൊടിതോറങ്ങളുമായി നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളൊക്കെ തന്നെ ഉൾപ്പെടെയുള്ള ആളുകളാണ് പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കുന്നത്. ഇവിടെ ഒരു നന്ദി പ്രസംഗം പ്രിയങ്ക ഗാന്ധിയുടെ ഉണ്ടാവും. അതിനുശേഷം ബത്തേരിയിലേക്ക് പോകും. ഉച്ചയ്ക്ക് 12:00 ബത്തേരിയിലാണ് രണ്ടാമത്തെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ബത്തേരിക്ക് ശേഷം കൽപ്പറ്റയിൽ ഉച്ചയ്ക്ക് ശേഷം അവസാനത്തെ പരിപാടി കൽപ്പറ്റ നഗരത്തിലാണ്. കൽപ്പറ്റയിലെ പരിപാടിക്ക് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. നാളെ പാർലമെൻറ്റ് സമ്മേളനം ഉള്ളതുകൊണ്ടാണ് 2 ദിവസത്തെ പരിപാടി നടത്തി മടങ്ങിപ്പോകുന്നത്. ഇന്നലെ തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പര്യടനം നടത്തി വോട്ടർമാർക്ക് നന്ദി അറിയിച്ചത്. ഇപ്പോഴിതാ മാനന്തവാടിയിലേക്ക് എത്തിയിരിക്കുന്നു. റോഡ് ഷോയായി വേദിയിലേക്ക് ഗാന്ധി പാർക്കിലാണ് വേദിയുള്ളത്. അവിടെ വെച്ചാണ് ഈ നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുക. നിരവധിയായ പ്രവർത്തകർ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിന് ചുറ്റും കൂടി നിന്ന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. MP ആയ ശേഷം ആദ്യമായിട്ട് വയനാട്ടിലെത്തി പ്രിയങ്ക ഗാന്ധി. ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടും പ്രിയങ്ക ഗാന്ധി ഇവിടെ എത്തിയിരുന്നു. എത്തിയ സമയത്ത് ഇതേ രീതിയിലുള്ള വലിയൊരു ജനക്കൂട്ടവും ആൾക്കൂട്ടവും പ്രവർത്തകരുടെ തിക്കും തിരക്ക് തന്നെ കണ്ടിരുന്നു. അതേ രീതിയിൽ തന്നെ MP ആയ ശേഷം ഇവിടെ എത്തിയതും നിരവധി ആളുകളാണ് ഈ വാഹനത്തിന് ചുറ്റും ഇവിടെ കൂടിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി വാഹനത്തിലുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആളുകളെ അവിടേക്ക് കടത്തിവിടാതെ തടയുന്നതും കാണാം. നിരവധി ആളുകൾ ബലൂണുകളും കൊടിതോരണങ്ങളും ഒക്കെ തന്നെ ഈ റോഡ് ഷോയിലൂടെ പങ്കെടുത്തുകൊണ്ട് ഗാന്ധി പാർക്കിലേക്ക് പോവുകയാണ്. ഇതേ രീതിയിൽ തന്നെയായിരിക്കും ബത്തേരിയിലും കൽപ്പറ്റയിലും ഉണ്ടാവുക. ഒരു പക്ഷേ ഇന്നലെ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ഉണ്ടായിരുന്നു. അതായത് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പുനരധിവാസം വൈകുന്നു, അതിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ഉണ്ടായിരുന്നു. കളക്ടറേറ്റ് മാർച്ച് അത് സംഘർഷഭരിതമായിരുന്നു. ആ സംഘർഷത്തിൽ നിരവധിയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിരുന്നു. അവരൊരു പക്ഷേ മേപ്പാടിയിലുള്ള മെഡിക്കൽ കോളേജിൽ പോയി പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ബത്തേരിയിലോ അല്ലെങ്കിൽ കൽപ്പറ്റയിലോ പരിപാടിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി ആശുപത്രിയിൽ പോയി പരിക്ക് പറ്റിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കാണാനുള്ള സാധ്യതയുമുണ്ട്. സ്മൃതി, വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് വലിയ സ്വീകരണം ഒരുക്കുകയാണ്. MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം എത്തുകയാണ് പ്രിയങ്ക. ഇപ്പോൾ റോഡ് ഷോയാണ് നടക്കുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള യാത്ര. അതിനിടയ്ക്ക് വിവിധയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണമൊരുക്കുന്നു. സുരോജ്, ഇപ്പോൾ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഇതിനുശേഷം ഇന്ന് വൈകിട്ട് തന്നെ പ്രിയങ്ക Yes, Priyanka ji, yesterday there was a strike. Yesterday there was a strike by Youth Congress. Yesterday there was a strike by Youth Congress and police charged brutally. I'll talk to you later when everybody is together. But the strike was for rehabilitation of the people who have been affected by the landslide, and it's a very crucial and important matter, and they should not have been treated like that. Are you visiting Youth Congress members in the home? I'm not giving interview right now. Thank you. Okay. ശരി സുരേഷ്, പ്രിയങ്ക അപലപിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ ലാത്തി ചാർജിൽ അപലപിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കുള്ള കേന്ദ്ര സഹായം വൈകുന്നതിലാണല്ലോ സമരം നടത്തിയത് എന്നാണ് പ്രിയങ്ക ചോദിച്ചിരിക്കുന്നത്. സിനോജ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വയനാടിനെ സംബന്ധിച്ച് വയനാട് എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം നാലുപാടു നിന്നും ഉയരുന്നുണ്ട്. അത് കേന്ദ്രത്തിനു മേലൊരു സമ്മർദ്ദമാക്കി ഉയർത്തുകയാണ് പ്രിയങ്കയ്ക്കുള്ള ദൗത്യം. പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ന് വൈകിട്ട് പ്രിയങ്ക പോകുമ്പോൾ മുണ്ടക്കൈ ചുരൽമല വിഷയം തന്നെയല്ലേ ആദ്യം ഉന്നയിക്കുക, അതിൽ ഊന്നുക എന്നുള്ളതാണ് പ്രിയങ്കയുടെ ആദ്യ കർമ്മം. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതുതന്നെയാണ് ഇന്നലൊക്കെ തന്നെ പ്രസംഗത്തിൽ അവർ പറഞ്ഞതും. കാരണം പുനരധിവാസം വേഗത്തിൽ നടപ്പിലാക്കണം, അത് വൈകുന്നുവെന്നാണ് പ്രിയങ്ക ഗാന്ധിയും പറയുന്നത്.
പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിന് മുന്നിൽ പ്രവർത്തകർ റാലിയായി നീങ്ങുകയാണ്. ഇന്ന് വയനാട്ടിൽ വിവിധയിടങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്.